കുറേ പണ്ട് ഊസ് ദേശത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇയ്യോബ് എന്നാണ് അവൻ്റെ പേര്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു. അതിനാൽ തന്നെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളും ധാരാളം മൃഗസമ്പത്തും അവനുണ്ടായി. ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തിന് കൊടുക്കുന്നതിലും ഒരു മടിയുമില്ലാത്ത മനുഷ്യനായിരുന്നു ഇയ്യോബ്. ദേശം മുഴുക്കെ അവനെ വളരെയധികം ബഹുമാനവും സ്നേഹവും കൊടുത്തിരുന്നു. എന്നാൽ ഒരിക്കൽ സാത്താൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നു. ദൈവം സാത്താനോട് ചോദിച്ചു, എൻ്റെ ദാസനായ എൻ്റെ മകനായ ഇയ്യോബിൻ്റെ മേൽ നിന്റെ ദൃഷ്ടി നീ വെച്ചുവോ? സാത്താൻ ദൈവത്തോട് പറഞ്ഞു, അവൻ സത്യസന്ധനായിട്ടല്ല നിന്നെ ആരാധിക്കുന്നത്. അവൻ അത്രയധികം നന്മയും അനുഗ്രഹവും സമ്പത്തും നീ വർദ്ധിപ്പിച്ച് കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ ആരാധിക്കുന്നതും. അതില്ലായിരുന്നുവെങ്കിൽ അവൻ നിന്നെ തീർച്ചയായും തള്ളിപ്പറയും. എന്നാൽ ദൈവത്തിന് ഇയ്യോബിനെ നന്നായി അറിയാവുന്നതുകൊണ്ട് സാത്താൻ്റെ പക്കൽ ഇയ്യോബിനെ ഏൽപ്പിച്ചു കൊടുത്തു. നീ അവൻ്റെ സകല സമ്പത്തുകളെയും സകലത്തെയും നിനക്ക് തൊടാൻ ഞാൻ അനുവാദം തരാം, എന്നാൽ അവൻ്റെ ജീവനെ മാത്രം നീ തുടരുത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് തൻ്റെ സകല മൃഗസമ്പത്തുകളും തൻ്റെ സകല നന്മകളും അവന് നഷ്ടമാകാനിടയായി. തൻ്റെ തലമുറകൾ പൂർണ്ണമായും മരിച്ചു വീഴാനിടയായി. ശരീരം പുഴുവരിച്ച് വ്രണങ്ങളാൽ നിറഞ്ഞു. എങ്കിലും ദൈവത്തോടുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഇയ്യോബ് ജീവിച്ചു. നാളുകൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ തൻ്റെ ഭാര്യ ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിനക്ക് നാണമില്ലേ ഈ ദൈവത്തെ കെട്ടിപ്പിടിച്ചിരിപ്പാൻ? ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി മരിച്ചു കളയുക എന്ന് പറഞ്ഞു. തൻ്റെ കൂടെയായിരുന്ന തൻ്റെ സ്നേഹിതന്മാർ, തൻ്റെ സഹോദരങ്ങൾ തന്നെ നിന്ദിപ്പാനിടയായി, തന്നെ പരിഹസിപ്പാനിടയായി. എങ്കിലും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇയ്യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സകലവും കഴിയുമെന്ന്, ദൈവത്തിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും അവൻ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ ഇയ്യോബിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. തൻ്റെ സ്നേഹിതന്മാരോട് ദൈവം സന്ദർശിപ്പാനിടയായി തീർന്നു. ഇയ്യോബിൻ്റെ അടുക്കൽ നീ പ്രാർത്ഥനയോടെ ചെന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ ശപിച്ചു കളയുമെന്ന് ദൈവം ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും ദൈവം ഇയ്യോബിന് ഇരട്ടിയായി തിരികെ കൊടുക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നേരോടെ നിഷ്കളങ്കതയോടെ ദൈവഭക്തിയോടെ ദോഷത്തെ വെറുത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പരീക്ഷാ കാലഘട്ടത്തിൽ ദൈവത്തെ തള്ളിപ്പറയാതെ അവനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾ ഒരുക്കമാണോ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം, ക്രിസ്തു എന്ന നാമം മുഖാന്തരം നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമായോ അതൊക്കെയും ഈ ഭൂമിയിൽ തന്നെ ഇരട്ടിയായി മടക്കി തന്ന എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഈ ഒരു കഥയിലൂടെ നിങ്ങൾ മനസ്സിലാക്കട്ടെ.